നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈ സമീപകാലത്ത് പുറത്തു വന്ന പല വാർത്തകളും കേൾക്കുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. നമ്മുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലഹരിക്ക് അടിമകളാകുന്ന കാഴ്ച. കൊച്ചിയിൽ 10 വയസ്സുള്ള സഹോദരിക്ക് MDMA നൽകിയത് 12 വയസ്സുള്ള സഹോദരനാണ്. ലഹരിക്ക് അടിമയായിരുന്ന 12 വയസ്സുകാരൻ രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങുമ്പോഴാണ് ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിരുന്നത്. വീട്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഈ കുട്ടി മോഷ്ടിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ ലഹരിക്കടിമയായ ഒരു 15 വയസ്സ് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ ഇളയ സഹോദരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ഒരു 12 വയസ്സുള്ള കുട്ടി 10 വയസ്സുള്ള സഹോദരിക്ക് MDMA നൽകിയെന്നും വീട്ടിൽ നിന്ന് ഈ ലഹരി വാങ്ങുന്നതിനായി ലക്ഷങ്ങളോളം തുക മോഷ്ടിച്ചുവെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില അവിശ്വസനീയമായ കഥകളാണ്. കാരണം നമ്മുടെയൊക്കെ പല വീടുകളിലും കുഞ്ഞുങ്ങളെ കുട്ടികളാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്നു. പക്ഷേ അവരുടെയൊക്കെ മാനസികാവസ്ഥ മാറുന്നു, ലഹരി ഉപയോഗിക്കുന്നു, അക്രമ സ്വഭാവത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം. ഇതെങ്ങനെയാണ് ഈ കൊച്ചിയിൽ ഈ 12കാരൻ സഹോദരിക്ക് ലഹരി നൽകിയതായും ഈ കുട്ടി ലഹരിക്ക് അടിമയാണെന്നും എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വീട്ടിൽ നിന്നും പലതവണയായിട്ട് 3 ലക്ഷം രൂപ കളവ് പോയിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടി ഒരു ദിവസം രാത്രി കുട്ടിയെ കാണാതാവുകയും നെടുമ്പാശ്ശേരി ഭാഗത്തുനിന്നും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെ വീട്ടുകാർ പണം നഷ്ടപ്പെട്ടത് അറിഞ്ഞുവെന്നും താൻ ലഹരി ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയതും എന്ന് കരുതിയാണ് കുട്ടി അത്തരത്തിൽ വീട്ടുകാരെ ആക്രമിക്കാൻ തുനിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിച്ചത്. വീട്ടുകാരെ നിരന്തരം ആക്രമിക്കുകയും അതല്ലെങ്കിൽ താൻ പ്രായപൂർത്തിയാകാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ചാൽ അതല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീട്ടുകാർക്ക് ദോഷം ചെയ്യുമെന്ന് നിരന്തരം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും കിട്ടുന്ന വിവരം. അങ്ങനെയാണ് ഡി അഡിക്ഷൻ സെന്ററിൽ തുടർന്നാണ് കുട്ടിയുടെ മാനസികാവസ്ഥ അങ്ങേയറ്റം വഷളായി എന്നും അത് മനസ്സിലാക്കിയ ശേഷം വീട്ടുകാർ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കുകയും ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സയ്ക്കിടയിലാണ് 10 വയസ്സുകാരിയായ അനിയത്തിക്ക് കൂടി ഈ MDMA നൽകിയിരുന്നു, രാസലഹരി നൽകിയിരുന്നു എന്ന് കുട്ടി വെളിപ്പെടുത്തിയത്. എന്തായാലും രണ്ടുപേരും, അതായത് സഹോദരനും സഹോദരിയും ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സംഭവം. എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് അതിന്റെ പരിധിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എളമക്കര പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് CWCക്ക് കൈമാറിയിട്ടില്ല എന്നാണ് ആരോപണം. അത് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും ഉള്ള കിട്ടിയ വിവരമാണ്. അങ്ങനെയാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ ലഹരിക്ക് വേണ്ടി വല വിരിച്ചിരിക്കുന്നത് കുട്ടികളെ ലക്ഷ്യമിട്ടാണ് അല്ലെങ്കിൽ കൗമാരക്കാരെ ലക്ഷ്യമിട്ടാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സഹോദരിയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്ത തരത്തിലേക്ക് ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അവൻ്റെ സഹോദരിയെ പീഡിപ്പിക്കുന്നു. ഈ സഹോദരിക്ക് 10 വയസ്സ് പോലും ആകാത്ത തൻ്റെ അനിയത്തിക്കുട്ടിക്ക് ലഹരി നൽകുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രായം കൊടുക്കുന്ന ഇളവ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളാണ് എന്ന് കരുതുന്ന ആളുകളൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുകയും ഇത്തരത്തിലുള്ള കെണിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാസ്തവം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലഹരി കേസുകൾ, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിക്ക് അടിമയായ ശേഷം നടത്തിയ ക്രിമിനൽ കേസുകളിലേക്ക് വന്ന്, കൊലപാതക കേസുകളിലേക്ക് വന്ന് ഇവരുടെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരിക്ക് അടിമകളായി മാറുകയാണ്. യൂത്ത് എന്ന് പറയുന്നതിനേക്കാൾ അഡോളസൻസ് ഏജിലുള്ള ആളുകളാണ്, കുഞ്ഞുങ്ങളാണ് ഇതിലേക്ക് വരുന്നത്, ഇതിലേക്ക് വഴുതി വീഴുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം സ്കൂളുകളിൽ നിന്നോ അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇത്തരത്തിൽ ഒരു ഗ്യാങ്ങിലേക്ക്, ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് ചെന്നെത്തുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സോഴ്സും
പാരൻസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി പാരൻസ് അവെയർ ആകാഞ്ഞിട്ടോ ഒന്നുമല്ല, രക്ഷകർത്താക്കൾ ഇതിനെപ്പറ്റി ജാഗരൂകരാകാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ആജ്ഞ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഞാനൊരു സംവിധായകൻ ജയരാജിന്റെ ഒരു പ്രസ്താവന വായിച്ചതാണ്. അതായത് നമ്മുടെ കുട്ടികൾ അക്രമ സ്വഭാവത്തിലേക്കും ലഹരിക്കും ഒക്കെ അടിമകളാകുന്നുണ്ടെങ്കിൽ അതിനെ സിനിമയൊക്കെ കുറ്റം പറയുന്നവർ ആദ്യം എന്തുകൊണ്ടാണ് ആ കുടുംബത്തിലെ സാഹചര്യം മനസ്സിലാക്കാത്തത്? കാരണം മാതാപിതാക്കളുടെ ഭാഗത്ത് ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നില്ലേ എന്ന് സിനിമാ പ്രവർത്തകർ, സംവിധായകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഈ കൊച്ചിയിലെ സംഭവം പരിശോധിച്ചു കഴിഞ്ഞാലും രാത്രിയിൽ മാതാപിതാക്കൾ ഉറങ്ങുന്ന സമയത്ത് സൈക്കിളും എടുത്ത് ഈ 12 വയസ്സുകാരൻ വീടിന് പുറത്തേക്ക് പോകുന്നു. ഇത്രയും ദിവസങ്ങളായി, അതായത് ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 1-2 ദിവസം കൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയല്ല, തുടർച്ചയായി ഈ 12 വയസ്സുള്ള കുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസങ്ങളായിട്ടും അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ടും മാതാപിതാക്കൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എങ്കിൽ അത് അവരുടെ തന്നെ വീഴ്ചയായി കാണേണ്ടതല്ലേ? ഒരു പക്ഷേ ടോം പറയുന്നത് പോലെ അവരുടെ തന്നെ വീഴ്ചയെ കാണേണ്ടതാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമ്പോഴും ഇത്തരം സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരു പക്ഷെ അത് ടോം സൂചിപ്പിച്ച പോലെ വീട്ടിലെ സാഹചര്യമായിരിക്കാം, കാരണം അതിനേക്കാൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോയവരായിരിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സിനിമയുടെ അതിപ്രസരം അല്ലെങ്കിൽ സിനിമയിലെ ഇത്തരം സീനുകൾ ഉണ്ടാക്കുന്ന അതിപ്രസരമാണ് ക്രൈമിലേക്കും ലഹരിയിലേക്കും കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാഹചര്യമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതിനുള്ള സാഹചര്യം മുൻപ് ഇത്തരം സിനിമകൾ ഉണ്ടായിരുന്നില്ലേ? മുൻപ് നമ്മൾ മലയാളികൾ കണ്ടിരുന്നത് മലയാള സിനിമകൾ മാത്രമായിരുന്നില്ല. ഇത്തരം ഈ പറയുന്ന ക്രൈമിന്റെ അതിപ്രസരമുള്ള, അതല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയും മറ്റു കൊലപാതകത്തിന്റെയും, അതല്ലെങ്കിൽ ഇത്രയും വലിയ വയലൻസിന്റെയും ഒക്കെ അതിപ്രസരമുള്ള സിനിമകൾ ഒരുപാട് കണ്ടുകൂട്ടിയവരാണ്. ഈ 2020 മുതലുള്ള കാലഘട്ടത്തിൽ കോവിഡ് ചെയ്ത ശേഷം കൊറിയൻ ഡ്രാമകളിലേക്ക് പോയപ്പോഴല്ല മലയാളി ക്രൈം സിനിമകൾ കാണാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ കാണാൻ തുടങ്ങിയത്. അങ്ങനെയല്ല. അപ്പോൾ അത് മാത്രമാണ് എന്ന് പറയുന്നതിനോടും ടോമി പറഞ്ഞതുപോലെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്ന അശ്രദ്ധ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കേണ്ട ഏജ് ഗ്രൂപ്പിൽ നിയന്ത്രിക്കുക തന്നെ വേണമെന്നുള്ള മുൻപ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു രീതി പിന്തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ് എന്ന് തന്നെ. അവന്റെ സ്വാതന്ത്ര്യം, അവന്റെ വ്യക്തിത്വം, ഇത്തരം കാര്യങ്ങൾ, ഈ വ്യക്തിത്വം ഇവിടെ എല്ലാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞാണ് മാതാപിതാക്കൾ പരാതിയുമായി പോലീസിനെ പോലും സമീപിക്കുന്നത്. അതായത് ഈ കുട്ടിയെ ലഹരിയുമായി പിടികൂടിയപ്പോൾ മാതാപിതാക്കളെ മർദ്ദിക്കുന്നു, കുട്ടിയെ അവർ ശിക്ഷിച്ചപ്പോൾ ഇത് പറയുന്നു, അതായത് ഞാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് ഈ 12 വയസ്സുകാരൻ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഇവിടെ പലരും വിമർശിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊച്ചു കുട്ടികളെ മാതാപിതാക്കൾ വല്ലാതെ ലാളിച്ച് വളർത്തുന്നുണ്ട്, ഒരു കുറവും അറിയിക്കുന്നില്ല. അതായത് തങ്ങളുടെ കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസം, അതിൽ ഇല്ലായ്മ, ഇതൊന്നും മക്കൾ അറിയരുത് എന്ന് കരുതി അവരെ ലാളിച്ച് വളർത്തുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ മാതാപിതാക്കൾ എന്ന വലിയ വിമർശനമാണ് വരുന്നത്. ഒരു പരിധിവരെ അതൊക്കെ ശരിവെക്കുന്നതല്ലേ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ? തീർച്ചയായിട്ടും ടോം, കാരണം അതൊരു നല്ല നിരീക്ഷണമാണ്. കാരണം ഈ പറയുന്നത് പോലെ കയ്യിൽ പണം എത്തുന്നതിൻ്റെ ധാരാളിത്തം, ഈ പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് അറിയാത്തത്, അതല്ലെങ്കിൽ പൈസ എങ്ങനെ ഉണ്ടാകുന്നു, പൈസയുടെ മൂല്യം എന്താണ്, അത് ചെലവഴിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പാരൻസ് പഠിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ തങ്ങൾ കടന്നുപോയിട്ടുള്ള കഷ്ടതകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്ത് അവരെ ലാളിച്ച് വളർത്തുമ്പോഴും കുഞ്ഞുങ്ങൾ വഴിതെറ്റുമ്പോൾ അല്ലെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതി മാറുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പാരൻസിനും ഉണ്ടാക്കണം. അതുപോലെ ഈ പറയുന്ന ടീച്ചേഴ്സും ഉണ്ടാകുക. അവരാരുടെ നിയന്ത്രണത്തിലാണ്, ആരുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചത് അങ്ങേയറ്റം ശരിയാണ്. കാരണം ഈ പറയുന്നത് ലാളിത്യം കൂടിപ്പോയത് കൊണ്ടും
പിന്നെ ശിക്ഷാ നടപടികൾ, പണ്ടൊക്കെ സ്കൂളുകളിൽ തല്ലിയിരുന്നു, ടീച്ചർ ശിക്ഷിക്കും, ടീച്ചർ തല്ലും, ഈ കാരണങ്ങളൊക്കെ മുതലെടുക്കുമ്പോഴും ഇപ്പോൾ ഈ കുട്ടി മുതലെടുത്തിരിക്കുന്നതും ആ ഒരു സാഹചര്യമാണ്. ഞാൻ പ്രായപൂർത്തിയാകാത്ത ആളാണ്, അത് എന്നെ നേരെ ശിക്ഷാ നടപടികൾ ഉണ്ടായാൽ രക്ഷിതാക്കളെ കൊടുക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ഭീഷണികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയും ഇതിനെ മുതലെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയും, തല്ല് ദുർബലിനെ നേരെ പ്രയോഗിക്കുന്ന ഒരു മെസ്സേജ്, അത് അത്തരത്തിലൊരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും അതേസമയം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ, അതായത് ഒരു +1 +2 അതല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള കുട്ടികളെ ഒന്നും അധ്യാപകർ തല്ലാറില്ല. കാരണം അവരുടെ വ്യക്തിത്വത്തെ മാനിക്കേണ്ട ഒരു പ്രായമായി. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് പണ്ടുള്ളവർ പറയും. ആ ഒരു ഏജ് ഗ്രൂപ്പിലായിട്ടുണ്ട് അവരെന്നുള്ള ബോധം പണ്ട് നമ്മൾ ചെയ്തിരുന്ന തുടർന്നു പോകുന്ന വിദ്യാഭ്യാസ രീതിക്കൊക്കെ ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ആ കൺസേൺ ഇല്ലാതായത് ഈ ശിക്ഷാ നടപടികൾ അതൊക്കെ തിരിച്ചു വരണമെന്ന് നിരന്തരം ആവശ്യം ഉയരുന്നുണ്ട്. അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. കുട്ടികളെ ശിക്ഷിച്ചു വളർത്താത്തതിന്റെ പ്രശ്നമാണ്, അതല്ലെങ്കിൽ കുട്ടികൾ ഏതൊക്കെ സാഹചര്യത്തിൽ ചെന്ന് പെടുന്നു എന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. മൊബൈൽ ഫോണിന്റെ തീർച്ചയായും കേരള ഹൈക്കോടതി പോലും ഈ സമീപ കാലത്ത് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയതാണ്. കാരണം കുഞ്ഞുങ്ങളെ പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ ആ രീതിയിലൊരു ക്രൂരമായ അല്ലെങ്കിൽ പ്രാകൃതമായ ശിക്ഷാ നടപടികളല്ല, പക്ഷെ എങ്കിൽ പോലും ശകാരിച്ചും ശിക്ഷിച്ചും തന്നെ വളർത്തേണ്ട ഒരു സാഹചര്യമാണ്. പലപ്പോഴും വീടുകളിലെ സാഹചര്യം, മാതാപിതാക്കൾ അമിതമായ രീതിയിൽ കുഞ്ഞുങ്ങളെ ലാളിച്ചു വളർത്തുന്നൊരു സാഹചര്യം, ഈ നിയമത്തിൻ്റെയൊക്കെ ഈ കുട്ടികൾക്ക് അനുകൂലമായ നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ, ഇതൊക്കെയാണ് ഇന്നത്തെ കുരുന്നുകൾ ഈ രീതിയിൽ ലഹരിക്കടിമകളാകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അവിശ്വസനീയമായ കഥകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് പുറത്തു വന്നത്. ഒരു 15 വയസ്സുള്ള കുട്ടി സ്വന്തം സഹോദരിയെ, ലഹരിക്കടിമയായ കുട്ടി സ്വന്തം സഹോദരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത വാർത്ത. ഇപ്പോൾ 12 വയസ്സുകാരൻ 10 വയസ്സുള്ള സഹോദരിക്ക് MDMA നൽകിയെന്ന വാർത്ത. എന്തായാലും ഏറെ ഗൗരവത്തോടെയാണ് നമ്മുടെ പോലീസും എക്സൈസും ഭരണകൂടവും കുടുംബങ്ങളും സമൂഹവും ഒക്കെ ഈ വിഷയത്തെ കാണേണ്ടത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെടുമങ്ങാട് കോടതിയാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. അച്ഛന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അനുവദിച്ചത്. കൊലപാതകം നടന്ന പാങ്ങോട്ടെ വീട്ടിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ അഫാൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനസ്സ് തുറന്നത്. അതായത് തനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, കൂട്ടാത്മഹത്യയായിരുന്നു പദ്ധതിയിട്ടത്. പക്ഷേ ഉമ്മയെ കൊലപ്പെടുത്തിയതോടെ ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് തോന്നിയതോടെ കൂട്ടക്കുരുതി പദ്ധതിയിടുകയായിരുന്നു എന്ന വിവരങ്ങളൊക്കെ ജയിൽ അധികൃതരോട്, ആശുപത്രി അധികൃതരോട് ഇയാൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസിന്റെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ടല്ലോ. പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്ന് തന്നെ തെളിവെടുപ്പുണ്ടാകുമോ? ടോം, ഇപ്പോൾ പ്രതി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് നെടുമങ്ങാട് കോടതി അനുവദിച്ചത്. പാങ്ങോട് പരിധിയിലാണ് ആദ്യത്തെ കുറ്റകൃത്യം നടക്കുന്നത്. പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലാണ്. ഈ കേസിൽ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. പിതാവിന്റെ ഉമ്മ കഴിഞ്ഞ വീട്ടിലായിരിക്കും ആദ്യത്തെ തെളിവെടുപ്പ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഒരുപക്ഷെ പോലീസ് തെളിവെടുപ്പിന്റെ ഭാഗമായി എത്താനുള്ള സാഹചര്യമുണ്ട്. പ്രതിയുമായി അവിടെയും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം, ഷെമി ആശുപത്രിയിൽ തുടരുകയാണ്. അമ്മയെയും കൊല്ലാൻ പ്രതി ശ്രമിച്ചിരുന്നു. അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇളയ മകന്റെ കൊലപാതക വിവരം ഇന്ന് ഷെമിയെ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ ആശുപത്രിയിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. പിതാവിനൊപ്പം, അതായത് പ്രതിയുടെ പിതാവും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം മാതാവ് അറിയുമ്പോൾ ഇതുവരെയും ഈ കൂട്ടക്കുരുതിയുടെ വിവരങ്ങൾ ഷെമിയെ അറിയിച്ചിരുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് തനിക്ക് പരിക്കേറ്റു എന്ന കാര്യമാണ് ഷെമി ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ തെളിവെടുപ്പിലേക്ക് കടക്കുമ്പോൾ വീട്ടുകാർ ഈ വിവരം അറിയിക്കുകയാണ്. പോലീസിന്റെ കൂടി അറിവോടുകൂടി തന്നെയാണ് അമ്മയെ ഈ കാര്യം ധരിപ്പിക്കുന്നത്. കാരണം അവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ തന്റെ മൂത്ത മകൻ 5 പേരെ കൊലപ്പെടുത്തി എന്ന വിവരം. ആ വിവരം ആ അമ്മ അറിഞ്ഞിരിക്കുന്നു. ഇളയ മകനെ കൊന്ന കാര്യം, മൂത്ത മകൻ കൊലപ്പെടുത്തിയ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 2 കേസിൽ കൂടി അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുണ്ട്. അതായത് പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസുകളാണ്. അതിൽ ഇതുവരെയും അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ ആ കേസുകളിലും അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും
കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ കേസുകളിൽ അതിന്റെ അറസ്റ്റ് നേരത്തെ പോലീസ് സെല്ലിൽ കഴിയുമ്പോൾ തന്നെ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ കഴിയുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ ഈ കൂട്ടക്കുരുതിക്ക് കാരണമായി എന്ന മൊഴി തന്നെയാണ് ആവർത്തിക്കുന്നത്. പ്രതി ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഉമ്മയും താനും പലരിൽ നിന്നായി പണം കടം വാങ്ങിയിരുന്നു. ഏതാണ്ട് 14 പേരുടെ പട്ടികയാണ് ഈ പ്രതി പറയുന്നത്. ഇതിൽ ഈ കൊലപാതകം നടന്ന ദിവസം തന്നെ 2 പേർക്ക് പണം അയച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അവർക്ക് ഓൺലൈനായാണ് ഈ പണം അയച്ചു കൊടുത്തത്. അന്ന് അവർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ കൊലപാതകം നടത്തണമെങ്കിൽ അവർ അവിടേക്ക് എത്താതിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒഴിവാക്കുന്നതിന് ഇത്തരത്തിൽ അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അവരുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയും ചെയ്തു. ഏതാണ്ട് 30 കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഈ തരത്തിൽ 5 കൊലപാതകങ്ങൾ നടത്തിയത്. 6 പേരെ കൊന്നുവെന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി പറയുന്നത്. ഉമ്മയുടെ മരണം കൂടി ഉറപ്പിച്ചിരുന്നു പ്രതി. പക്ഷേ അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം തീർച്ചയായും ഈ കേസിൽ ഷെമിയുടെ മൊഴി ഏറെ നിർണായകമായിരിക്കുമല്ലോ വിനോദ്. പക്ഷെ ഷെമി പറഞ്ഞത് താൻ വീണ് പരിക്കേറ്റതാണ് എന്ന രീതിയിലുള്ള മൊഴിയായിരുന്നല്ലോ പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ പോലീസ് തന്റെ ഇളയ മകൻ അഫ്സാന്റെ മരണത്തെക്കുറിച്ച് ഷെമിയോട് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലെങ്കിലും ഇനി ഷെമി എന്താണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ സംഭവിച്ചത്, എന്തുകൊണ്ടായിരിക്കാം ഈ കൂട്ടക്കുരുതി നടത്തിയത്, ആത്മഹത്യയെക്കുറിച്ച് മുൻപ് തീരുമാനിച്ചിരുന്നോ, ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷെമി ഇനി തുറന്നു പറയുമെന്നാണോ പോലീസ് കണക്ക് കൂട്ടുന്നത്? ടോം, അത് തന്നെയാണ്. കാരണം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായും അമ്മ ഈ കൂട്ടക്കുരുതിയുടെ കാര്യം അറിയണം. കാരണം അവർ നൽകുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകണം ഇനി തെളിവെടുപ്പ് നടത്തേണ്ടത്, തെളിവുകൾ ശേഖരിക്കേണ്ടത്, മറ്റ് മൊഴികൾ രേഖപ്പെടുത്തേണ്ടത്, ശാസ്ത്രീയമായ തെളിവുകൾ സമാഹരിക്കേണ്ടത്. ഇതുവരെയുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇനി ഈ കേസ് പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ, കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ ഈ കേസിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് നേടേണ്ടതുണ്ട്. അതിനിപ്പോൾ ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ആദ്യത്തെ കേസിൽ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഈ ഒരു ഘട്ടത്തിൽ അമ്മയുടെ മൊഴിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവർ നൽകുന്ന മൊഴി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ, താനും മകനുമായി എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ മറ്റുള്ളവരുമായി നടത്തി, എത്ര രൂപയുടെ കടമുണ്ട്, ഏതാണ്ട് പ്രതി പറയുന്നതനുസരിച്ചാണെങ്കിൽ, അഫാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 45 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട് എന്ന കാര്യമാണ്. ഏതാണ്ട് 5 ലക്ഷം രൂപ പിതാവിന് വിദേശത്തേക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയാണ്. അത്രയും തുക തനിക്ക് അയച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും എന്തുകൊണ്ട് ഈ പണച്ചെലവുണ്ടായി? ഈ അഫാന് മറ്റ് തൊഴിലില്ലായിരുന്നു അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ പ്രതിക്ക് 23 വയസ്സുകാരന് 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ, അതിനുശേഷം 50,000 രൂപയുടെ മൊബൈൽ ഫോൺ, 2 ഇരുചക്ര വാഹനങ്ങൾ, അതിൽ ഒരു ബൈക്കിന്റെ വില 2 ലക്ഷം രൂപയാണ്, മറ്റൊരു കാറ്, ഭക്ഷണം മിക്കവാറും വീട്ടിലേക്ക് പുറത്തുനിന്ന് വരുത്തുകയായിരുന്നു. ഈ തരത്തിലുള്ള വലിയ തോതിൽ ഇവർക്ക് ചെലവുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ബന്ധുവീട്ടിലെത്തി 50,000 രൂപ കടം ചോദിച്ചിരുന്നു. അത് ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമായിരുന്നു. മറ്റ് ചിലരെ കൂടി വകവരുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. കുടുംബത്തിലെ ഒരു സ്ത്രീയെയും അവരുടെ മകളെയും കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും ഫെമി ഈ വിവരം അറിയുമ്പോൾ, ഷെമി ഇനിയിപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായി ഈ കൂട്ടക്കൊലയുടെ കാരണം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്ന പ്രതിയുടെ മൊഴി, അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നോ, അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, കാമുകിയായ പെൺകുട്ടി അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിന്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഷെമിക്ക് അക്കാര്യത്തിൽ വലിയ വ്യക്തത വരുത്താൻ കഴിയും. മറ്റൊന്ന്, ഈ പണം എങ്ങനെ ചെലവഴിച്ചു, എവിടെയൊക്കെ പോയി എന്ന കാര്യത്തിൽ ഷെമിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും. ടോം. തീർച്ചയായും. കാരണം ഇനി 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ തെളിവെടുപ്പുണ്ട്. മറ്റ് കേസുകളിലും ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അഫാന്റെ പെൺസുഹൃത്തിന്റെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, എങ്ങനെയാണ് ഈ കൊല നടത്തിയത്? ആ കൊലപാതകം നടത്താൻ വേണ്ടി മറ്റ് ഗൂഗിളിൽ ഇയാൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ? കാരണം ഈ ചുറ്റി കൊണ്ടാണല്ലോ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിനായി എങ്ങനെയാണ് ഈ ഒരു മാർഗം, കൊലപാതക രീതി ഇയാൾ തിരഞ്ഞെടുത്തത്? ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ വിനോദ്?
തീർച്ചയായും അതിക്രൂരമായ കൊലപാതകങ്ങളാണ്. കാരണം ഈ ചുറ്റിക കൊണ്ട് ആളുകളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുക എന്നൊരു രീതിയാണ് പ്രതി അവലംബിച്ചത് ഈ കൊലപാതകങ്ങൾ നടത്താൻ, നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ. അല്ലെങ്കിൽ സാധാരണ നിലയിൽ നമ്മൾ ഈ കൊലപാതക വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയുധങ്ങൾ, ഈ വടിവാള്, വാള്, കത്തി, തോക്ക്, ഇതെല്ലാം തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലായി പല ഈ ക്രിമിനൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഈ റബ്ബർ കൊലക്കേസ് അങ്ങനെ തുടർച്ചയായി റബ്ബർ ചന്ദ്രൻ്റെയൊക്കെ കേസ് പറയും പോലെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങനെ നിഷ്ഠൂരമായി ആളുകളെ കൊലപ്പെടുത്തുന്ന രീതി, അത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് എല്ലാ പേർക്കും അടിയേറ്റിരിക്കുന്നത് തലയിലും ഈ നെഞ്ചിന് മുകളിലേക്കാണ്. അതായത് നെഞ്ചിന് മുകളിലും കഴുത്തിലും തലയിലും ഒക്കെ ആയിട്ടാണ് ഇവരെ തുടർച്ചയായി അടിക്കുന്നത്. അതിൽ ഈ പ്രതിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ തലയിൽ മാത്രം ഏതാണ്ട് 20-ലധികം തവണ അടിച്ചു എന്ന കാര്യമാണ്. അത് പ്രതി സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആ തരത്തിൽ തന്നെ ഏതാണ്ട് 15-ലേറെ തവണ അവരുടെ തലയിലും ചുറ്റിക കൊണ്ട് അടിക്കുന്ന നിലയുണ്ടായി. ഉമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് ഇവിടേക്ക് ആദ്യം വരുന്നത്. അതിനുശേഷം കാമുകിയെ കൊലപ്പെടുത്തുമ്പോൾ, അനുജനെ കൊലപ്പെടുത്തുമ്പോൾ ഒക്കെ തന്നെ ഈ തരത്തിൽ ചുറ്റിക കൊണ്ട് അടിക്കുക എന്നൊരു രീതി, അത് കൃത്യമായി പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പ്രതിയുടെ മാനസിക നില, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ കോളേജിൽ അത് സംബന്ധിച്ച പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ജയിലിലേക്ക് വിടാൻ തീരുമാനിച്ചത്. മറ്റ് കാര്യങ്ങൾ, അത് പ്രതി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യമില്ല. കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷെ താൻ മരിക്കുകയും മറ്റുള്ളവർ ജീവിച്ചിരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പ്രതിസന്ധി താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല. അതുകൊണ്ട് അവരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന കാര്യമാണ്. മറ്റൊന്ന് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ പിതാവ് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇടപാടുകളെ സംബന്ധിച്ച് കാര്യമായ ധാരണയില്ല, അങ്ങനെ ഒരു വ്യക്തതയില്ല, ഇവർ ഇത്രയും കടമുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നതാണ്. പക്ഷെ പോലീസ് പരിശോധിക്കുമ്പോൾ ആ തരത്തിലുള്ള ബാധ്യതയുണ്ട്. ഏതാണ്ട് 45 ലക്ഷം രൂപയുടെ ബാധ്യത എന്നത് വസ്തുതാപരമാണ്. ആ പണം എങ്ങനെ ചെലവഴിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെയാകണം അവർ ചെലവഴിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വില കൂടിയ മൊബൈൽ ഫോണും കാറും ബൈക്കും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിക്കാകട്ടെ ആ തരത്തിലുള്ള വരുമാനത്തിനുള്ള ഒരു ജോലി ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പലരിൽ നിന്നായി പണം കടം വാങ്ങുകയും അത് ആദ്യം വാങ്ങിയ ആളിന് തിരികെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ആ റോളിംഗ് ഒക്കെ പ്രതിസന്ധിയിലായതോടുകൂടി ആണ് ആ കുടുംബം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയിലേക്ക് ചെന്ന് വീഴുന്നത്. അവിടെ ഈ 23-കാരൻ കണ്ടെത്തിയ വഴിയാണ് കൂട്ടക്കൊലപാതകം എന്നത്. അത് ഇപ്പോൾ ഒരു നാടിൻ്റെ വേദനയായി മാറി. ആ ഉമ്മ ഇന്ന് ഇളയ മകൻ മരിച്ച വിവരം, കൊല്ലപ്പെട്ട വിവരം ഇന്ന് ആ ഉമ്മ അറിയുന്നു. അവരുടെ മൊഴി ഈ കേസിൽ പ്രധാനമാണ്. മാത്രമല്ല ചില സ്ഥലങ്ങളിലെ തെളിവെടുപ്പുകൾ, ഈ ചുറ്റിക വാങ്ങിയ സ്ഥലം, വേദനയോടുകൂടിയായിരിക്കും ഉമ്മ ആ വാർത്ത കേട്ടത്. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ മരിച്ചു എന്ന വാർത്ത അവർ കേട്ടത്. പക്ഷേ ഇനിയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമായിരിക്കും. എന്തിനായിരിക്കും കൊലപ്പെടുത്തിയത്? ഇത്തരം ഒരു പദ്ധതി, ഒരു കൂട്ട ആത്മഹത്യയെക്കുറിച്ച് അവർ പദ്ധതിയിട്ടിരുന്നോ? എന്താണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായത്? തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. നാവായിക്കുളം സ്വദേശിയാണ് പിടിയിലായത്. പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എസ് അഭിലാഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, കഴിഞ്ഞ ദിവസം ആണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണവാർത്ത പുറത്തു വരുന്നത്. ഈ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന്, ലൈംഗിക പീഡനത്തിന് ഇരയായതായും വ്യക്തമായിട്ടുണ്ട്. ഈ ആൺസുഹൃത്തിന് ഈ മരണത്തിൽ പങ്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, തീർച്ചയായും ഇന്നലെ 3:30 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. മാതാവ് നാവായിക്കുളം പഞ്ചായത്തിലെ ഒരു ജീവനക്കാരി കൂടിയാണ്. അതേസമയം ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുകയും ആ സമയം വീട്ടിൽ അമ്മൂമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിൽ കയറി കതകടച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറത്തു വരാതായതോടെ അമ്മുമ്മ വീട്ടിൽ ഡോറിൽ തട്ടി വിളിക്കുകയും പ്രതികരണമില്ലാതെ വന്നതോടെ അടുത്തുള്ള വീട്ടിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. അവരെത്തിയാണ് ജനൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ വീട്ടിന്റെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവം പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ സമയം ഡോക്ടറാണ് ഇത്തരത്തിൽ പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിനെ അറിയിച്ചത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വിവരം പോലീസിനോട് കൈമാറിയത്. ആ സമയം തന്നെ പോലീസ് വീട്ടിലെത്തി വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ഇതിൽ നിന്നും അയൽവാസി കൂടിയായ ഒരു യുവാവുമായി നിരന്തരമായി ചാറ്റ് ചെയ്തിരുന്നതായി മനസ്സിലാക്കുകയും ചെയ്തത്.
അതിൽ നിന്നുള്ള നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽവാസിയായ അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇന്നിപ്പോ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പുകൾ നടത്തി. ഇതിനിടയിലാണ് മറ്റുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ഈ യുവാവുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഫോണിൽ നിന്നുള്ള മെസ്സേജുകളും മറ്റും കണ്ടാണ് ഈ അമ്മ മനസ്സിലാക്കിയെന്ന് പറയുന്നു. തുടർന്ന് ഈ യുവാവിന്റെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ മാതാവ് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, ശല്യപ്പെടുത്തരുത്, വിലക്കണമെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. ഈ യുവാവിന് 29 വയസ്സുണ്ട് അഭിജിത്തിന്. അപ്പോ ഇത്തരത്തിൽ നേരത്തെ തന്നെ വിലക്കാമെന്ന് യുവാവിന്റെ വീട്ടുകാർ ഇവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുകയും തുടർന്ന് പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ പോലീസ് ഇതിനെക്കുറിച്ച് ഈ മരണ കാരണം സംബന്ധിച്ച് ഒക്കെ വിശദമായി തന്നെ അന്വേഷിക്കും. ഇതിനിടയിൽ പെൺകുട്ടിയുടെ മുറിക്ക് ഉള്ളിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പറഞ്ഞില്ല. എങ്കിലും പെൺകുട്ടി പഠനത്തിൽ പിന്നോക്കം പോയതിനെ കുറിച്ചും അതിൽ ഈ പ്രണയബന്ധം അതിനുള്ള കാരണമായി എന്ന രീതിയിലുമുള്ള വരികളാണ് ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ തീർച്ചയായും അത് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം പ്രണയം ഈ പ്രായത്തിൽ, ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രണയബന്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ ഈ ആൺ സുഹൃത്തിന്റെ പ്രായം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 29 വയസ്സാണ്. ഏകദേശം ഈ പെൺകുട്ടിയെക്കാളും 14 വയസ്സ് പ്രായക്കൂടുതലുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാതാപിതാക്കൾ അതിനെ എതിർത്തത്. ഇത് ഒരു പരിധിവരെയും ആത്മഹത്യ കാരണമായിട്ടുണ്ടോ വീട്ടുകാരുടെ എതിർപ്പ്? അതോ അതിനപ്പുറം ഈ യുവാവിന്റെ ഭാഗത്ത് ഏതെങ്കിലുള്ള രീതിയിലുള്ള മാനസികമായിട്ടുള്ള ചൂഷണം, ലൈംഗികമായിട്ടുള്ള ചൂഷണം, അതൊക്കെ ആയിരിക്കുമോ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത്? ടോം, തീർച്ചയായും അത്തരത്തിലുള്ള ആ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. കാരണം പ്രായം തന്നെയാണ് അവിടെയും പോലീസ് എടുത്തു പറയുന്നത്. 14-15 വയസ്സിനുള്ള വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. അപ്പൊ അത്രയേറെ മാനസിക പക്വതയില്ലാത്ത ഈ പെൺകുട്ടിയെ യുവാവ് ഏതെങ്കിലും തരത്തിൽ മാനസികമായി പ്രഷർ ചെലുത്തിയിരുന്നോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നോ എന്നുള്ള ഒരു സംശയം പോലീസിന് കൃത്യമായി തന്നെ ഉണ്ട്. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും അത്തരത്തിലുള്ള തെളിവെടുപ്പും കൂടി, അതായത് മൊബൈൽ ഫോൺ മെസ്സേജുകൾ ഉൾപ്പെടെ കൃത്യമായി വിശകലനം ചെയ്ത് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ ഉൾപ്പെടെ വീണ്ടെടുത്ത് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും പെൺകുട്ടി പഠനത്തിൽ ഈ അടുത്തിടെ പിന്നോക്കം പോയതിൽ പെൺകുട്ടിക്ക് മാനസികമായ വിഷമം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ആത്മഹത്യാ കുറിപ്പ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഈ പ്രണയത്തെ തുടർന്നായിരുന്നു എന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുള്ളതായി പോലീസ് പറയുന്നു. എന്തായാലും കൃത്യമായും ഈ ഒരു പ്രേരണ കുറ്റം തന്നെ പോലീസ് ഇതിൽ ചുമത്തും. ഉൾപ്പെടെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഈ പ്രതിക്ക് മേൽ ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വൈകുന്നേരം 4 മണിയോട് കൂടിയാണ്. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ പെൺകുട്ടിയെ അലട്ടിയിരിക്കാം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി ഫാത്തിമ മൗസ ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. മൗസയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്ത് പോലീസിന്റെ പിടിയിലായി. കോവൂർ സ്വദേശി അൽഫാനാണ് പിടിയിലായത്. മൗസിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്ന അൽഫാനെ വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സഹപാഠികളായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മൗസിയുടെ ആൺസുഹൃത്ത് അൽഫാനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. വിവരങ്ങളുമായി സജീവ് സി മാരിയർ ചേരുന്നുണ്ട്. സജീവ്, ഈ ഫാത്തിമ മൗസിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൗസിയുടെ മൊബൈൽ ഫോൺ കാണാതായി. പിന്നീട് ഈ സഹപാഠികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ആൺസുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഈ ആൺസുഹൃത്ത് മൊബൈൽ ഫോൺ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയതായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായത്. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല മൗസിയെ സംബന്ധിച്ച് ഏറ്റവും അധികം മാനസികമായി അലട്ടിയിരുന്നത് താൻ ചതിക്കപ്പെട്ടു, അതായത് ഭാര്യയും കുട്ടികളുമുള്ള വ്യക്തിയാണ് ഈ അൽഫാൻ. അങ്ങനെ തന്നെ പ്രണയച്ചതിക്ക് ഇരയാക്കി എന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് മൗസിയുടെ ആത്മഹത്യ കാരണമായി പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഈ മൗസയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവികമായ മരണമായി, ആത്മഹത്യയായി തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ്. അതേസമയം ഈ മൊബൈൽ ഫോൺ കാണാതായ ഒരു സാഹചര്യം പരിശോധിച്ചപ്പോഴാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. 6 കുട്ടികളെ, ഇവരുടെ ക്ലാസ്സിലുള്ള 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ലോ കോളേജിലെ. അവരുടെ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കുന്ന 6 വിദ്യാർത്ഥിനികളെ ചോദ്യം ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ മൊഴിയെടുത്തപ്പോഴാണ് ഇക്കാര്യം
അറിയുന്നത്. അതായത് ഇങ്ങനെയൊരു ആൺസുഹൃത്തുണ്ട്. അയാളുമായി തലേ ദിവസം, ഈ മരണം നടന്നതിൻ്റെ തലേ ദിവസം ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. വലിയ തോതിലുള്ള വഴക്കുണ്ടാവുകയും ഇയാൾ ഈ പെൺകുട്ടിയുടെ മൊബൈലുമായി കടന്നു കളയുകയും ചെയ്തു എന്നാണ് ഈ കുട്ടികൾ കൊടുത്ത മൊഴി. അതനുസരിച്ചാണ് ഇയാളുടെ ഈ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഇയാളുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം അവിടെയാണ് തുടങ്ങുന്നത്. അത് പ്രകാരം ഇയാളെക്കുറിച്ചും ഈ പെൺകുട്ടിയുടെ മൊബൈലിലേക്കും അയാളുടെ മൊബൈലിലേക്കും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇത് രണ്ടും സ്വിച്ച് ഓഫ് ആയി കാണപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയത്. പക്ഷേ ഇയാൾ ഗൂഡല്ലൂരിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരം. ഏകദേശം വയനാട്ടിൽ അവസാനം അന്വേഷണത്തിനൊടുവിൽ വയനാട്ടിൽ വൈത്തിരിയിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ചെവായൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചും പെൺകുട്ടിക്ക് ചതിക്കപ്പെട്ടു എന്നുള്ള, ടോം പറഞ്ഞ പോലെ തന്നെ ചതിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ വഴക്കുണ്ടായത് എന്നാണ് കരുതുന്നത്. ഇക്കാര്യങ്ങൾ അയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള മാത്രമേ അവസാന പുതിയതായുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ ഈ പാവർട്ടി സ്വദേശിനിയായ ഈ പെൺകുട്ടി കഴിഞ്ഞ മാസം ഫെബ്രുവരി 24-നാണ് മരിക്കുന്നത്. കഴിഞ്ഞ മാസം 15-നാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം തലേ ദിവസം വരെ അവളെ ഫോണിൽ ലഭ്യമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വിഷമമുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ല. മാതാപിതാക്കൾ പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. കാരണം ഇത് സ്വാഭാവികമായി അവളുടെ ഒരു ആത്മഹത്യയല്ല, വളരെ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്ന പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് അവൾ മരിച്ചത് എന്നറിയണം, അവളുടെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. അതുപോലെ ഫോൺ മിസ്സായത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭ്യമാക്കണമെന്ന് പോലീസിന് ഈ പിതാവ് അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം അന്വേഷണങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ചയാവുന്നു, ആ സമയത്താണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചേവായൂർ പോലീസ്. ടോം, തീർച്ചയായും ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ അൽഫാനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട മൗസയുടെ ഫോൺ പ്രതിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സജീവ്? ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ കണ്ടെടുത്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് എന്നാണ് പറയുന്നത്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ, ഒപ്പം തന്നെ വിശദമായ പരിശോധനകളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇയാളുടെ പങ്ക് ഏകദേശം വ്യക്തമാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാരണം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ പെൺകുട്ടിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു സൂചനയുണ്ട്. കാരണം ഇയാൾക്ക് ഈ പെൺകുട്ടി വലിയ തോതിൽ മാനസികമായ വിഷമത്തിലായിരുന്നു. ഒപ്പം തന്നെ അവൾക്കൊരു വിഷാദം വന്നിരുന്നുവെന്ന് ബോധ്യമായിട്ടാണ് അയാൾ പൊയ്ക്കളഞ്ഞത് എന്ന് വ്യക്തമാണ്. ഈ പെൺകുട്ടിയെ ഇയാൾ ചതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു വഞ്ചിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കാൻ കഴിയില്ല എന്ന മട്ടിലാണ് അവൾ ജീവൻ ഒടുക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഒടുവിൽ പറയാനുള്ളത്. സജീവ് സി വാര്യരാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോ കോളേജ് വിദ്യാർത്ഥിനി ഫാത്തിമ മൂസയുടെ ആത്മഹത്യയിലാണ് ആൺസുഹൃത്ത് അൽഫാൻ പിടിയിലായിരിക്കുന്നത്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികൾക്കായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ്. വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൊബൈൽ ഓണാതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഫാത്തിമ, ഷഹദാം, അശ്വതി എന്നിവരെ കാണാതായത്. സ്കൂൾ യൂണിഫോമിലാണ് ഇരുവരും വീട്ടിൽ നിന്നും പുറത്തോട്ടിറങ്ങിയത്. VK ജിഷാദ് ചേരുന്നു വിവരങ്ങളുമായി. ജിഷാദ്, താനൂർ പോലീസാണ് കാണാതായ കുട്ടികൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നത്. രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടേക്കാണ് നിലവിൽ? കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ലൊക്കേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടികളെ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പോലീസ്? ടോം,
താനൂരിലാണ് രണ്ട് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുള്ളത്. ഫാത്തിമ, ഷഹദ, അതുപോലെ തന്നെ അശ്വതി എന്നിവരാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിട്ടുള്ളത്. സ്കൂളിലേക്ക് പരീക്ഷയ്ക്കായി ഇറങ്ങിയതായിരുന്നു രണ്ട് വിദ്യാർത്ഥികളും. തുടർന്ന് വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് താനൂർ പോലീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇവരുടെ ഫോണ് അല്പം സമയം മുമ്പ് കോഴിക്കോട് ലൊക്കേഷനിൽ ഓൺ ആയതായിട്ട് പോലീസ് സൂചന നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള മൊബൈൽ ടവർ ലൊക്കേഷനിലാണ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് താനൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ അടക്കം ഫോട്ടോകൾ നൽകി പോലീസ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ടോം, തീർച്ചയായും ജിഷാദ്, എന്തിനാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന കാര്യം കണ്ടെത്തണം. എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ടോം, ഇവര് പരീക്ഷയെ ഭയം മൂലമാണ് ഇവര് വീട് വിട്ട് പോയിട്ടുള്ളതെന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന. ഇതിനു മുമ്പും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് പോയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു പോലീസ്. അത്തരത്തിൽ ഉള്ള ഒരു തട്ടിക്കൊണ്ടുപോയി പോകലോ മറ്റു ശ്രമങ്ങളോ ഇതിന് പിന്നിലില്ലെന്നും പോലീസ് അറിയിക്കുന്നു. ഇപ്പോൾ ഈ CCTV കേന്ദ്രീകരിച്ച്, അതായത് കോഴിക്കോട് ലൊക്കേഷനിൽ ഫോൺ ഓണായ സ്ഥലത്തുള്ള CCTV കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ ഭയം മൂലം മാത്രമായിരിക്കും വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ വിട്ടും പോയതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. രണ്ടുപേരും പോകുന്ന സമയത്ത് സ്കൂൾ യൂണിഫോമിലായിരുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അങ്ങനെ ഒരു പ്രയാസം ഇവർ മറ്റ് സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ അറിയിച്ചിരുന്നോ? ഇങ്ങനൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നോ? ഇവരുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ? ഈ രണ്ട് പെൺകുട്ടികൾ തനിച്ചാണോ ഇവിടെ നിന്ന് പോയത്? CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, അടുത്ത സുഹൃത്തുക്കളാണ് ഫാത്തിമ, ഷഹദയും അശ്വതിയും. ഇവർക്ക് കൂട്ടായിട്ട് വേറെ ആരും ഇവരൊപ്പം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ കൂടുതലായിട്ട് മറ്റു സുഹൃത്തുക്കളായിട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന അധികൃതരെ വിവരം നൽകുന്നത്. ഇപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ, അതായത് ഈ പരീക്ഷയുടെ ഭയം മൂലം മാത്രമായിരിക്കും പോയതെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ. താനൂർ DYSPയുമായി നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം, വ്യക്തമാണ്. മലപ്പുറം താനൂരിൽ നിന്നും രണ്ട് വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ, ഒരാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കോഴിക്കോടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, ആശങ്ക കാരണമാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഈ രണ്ട് പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ മകൻ നൽകിയ കൊട്ടേഷൻ പരാതിയിൽ മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ ഡ്രൈവർ ധനേഷിനെതിരെ കേസ്. ഭീഷണിപ്പെടുത്തിയതിനും ഗൂഢാലോചന നടത്തിയതിനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഡിവിൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഭീഷണി സത്യമെന്ന് ബോധ്യപ്പെട്ടതായി പാർട്ടി ജില്ലാ സെക്രട്ടറി KM ദിനകരൻ പറഞ്ഞു. പരാതി കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ ഇന്നലെ വൈകിയാണ് അറിഞ്ഞത്. അതിനെ തുടർന്ന് ഞാനത് അന്വേഷിക്കുകയുണ്ടായിരുന്നു. ആ സഖാവിനെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് അക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയതായിട്ട് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നതിനെ തുടർന്നാണത് ചെയ്തത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതിപ്പോൾ എൻ്റെ മകൻ എന്ന നിലയിലേക്കല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായി പോകുന്നതിൽ നമുക്ക് തടസ്സമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈയൊരു കൊട്ടേഷൻ പ്രവർത്തനം, ഭീഷണി, കൊട്ടേഷൻ ഇടപാടെന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ CPIയെ സംബന്ധിച്ച് അത് വലിയ നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവം കൂടിയാണ്. ഇത് സംഘടനാപരമായിട്ടുള്ള പ്രശ്നമാണോ ഈ രീതിയിൽ കൊട്ടേഷനും ഭീഷണി ഉൾപ്പെടെയോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്? ഇത് പാർട്ടിയിലെ CPIയിലെ
സംഘടനാപരമായ പ്രശ്നങ്ങളാണോ ഇതിന് കാരണം? ടോം, ഇതിലെ സംഘടനാപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രീതിയിലേക്ക് ഈ വഴക്ക് കൊണ്ടുപോയത് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ പൊതുവിൽ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അതാണ് ഈ രീതിയിലേക്ക് ഇത്തരമൊരു പരാതിക്ക് പിന്നിലേക്ക് നീങ്ങിയതുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് എറണാകുളം CPIയിൽ ചില അച്ചടക്കം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ അന്തരിച്ച CPIയുടെ മുൻ സെക്രട്ടറി കൂടിയായ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന P. രാജു അടക്കമുള്ളവർക്കെതിരെ ചില നടപടികളുണ്ടായിരുന്നു. സാമ്പത്തികമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ വന്നിരുന്നു. അതിൽ നടപടികൾ നേരിടുന്നു. എന്നാൽ ഈ നടപടി ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൺട്രോൾ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചില ശുപാർശകളടക്കം നൽകിയിരിക്കുകയും ചെയ്യുകയായിരുന്നു. അതിലുണ്ടായിരുന്ന പരാതി ഈ P. രാജുവിനെതിരെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗവും ഇപ്പോഴുള്ള ജില്ലാ കമ്മിറ്റിയും അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു. അദ്ദേഹത്തിനെ തിരികെ പഴയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് അതിന് നിലപാടെടുത്തു. അതിൽ അദ്ദേഹം വല്ലാതെ ഖിന്നനായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ച ആ സമയത്തെല്ലാം തന്നെ കടുത്ത മാനസിക വിഷമത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടുവെന്നും അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്നവർ പറയുന്നു, കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് അന്തരിച്ച ആ സമയത്ത് ഈ ചടങ്ങുകളിൽ ഇവർ ആരും തന്നെ അദ്ദേഹത്തെ വിഷമിപ്പിച്ച ഈ നേതാക്കൾ ആരും തന്നെ പങ്കെടുക്കരുത് എന്ന് കുടുംബം ഒരു നിലപാടെടുക്കുകയും ചെയ്തു, വളരെ പരസ്യമായിട്ട് തന്നെ. ഇതിനുശേഷമാണ് ഈ രീതിയിലേക്കുള്ളൊരു പരാതികളടക്കം വന്നിരിക്കുന്നത്. ഈ പരാതി എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ധനീഷ് ഡിവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെ ചൊല്ലിയാണ് ഭീഷണിപ്പെടുത്തൽ ഉണ്ടായത് എന്നത് പറയുന്നു. വധഭീഷണി മുഴക്കിയതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം കാണിച്ചാണ് പരാതി നൽകിയത്. പറവൂർ നോർത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഈ പരാതി കഴിഞ്ഞ ദിവസം പോലീസ് സ്വീകരിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലേക്ക് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഒരു വിവാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതിനോട് KM ദിനകരൻ, അതായത് ഈ പരാതിക്കാരൻ്റെ പിതാവ് കൂടിയാണ് ഇപ്പോഴുള്ള ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പ്രതികരിച്ചത് തനിക്ക് ഈ പരാതി സംബന്ധിച്ച് കൂടുതൽ പറയാനില്ല, പരാതിയിൽ പറയുന്ന വസ്തുത തനിക്ക് ബോധ്യപ്പെട്ടതാണ്, ഇങ്ങനൊരു ഭീഷണി എന്ന് പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തനിക്ക് മനസ്സിലാവുകയും ചെയ്തതാണ്, അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞത് എന്നതാണ്. പക്ഷേ ടോം, ഒരു കാര്യം ഉറപ്പാണ്, എറണാകുളം CPIയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അതിന് ഒരുപക്ഷെ ഒരു സമവായത്തിൻ്റെ മുഖമെല്ലാമായിരുന്ന P. രാജു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുകൂടി അതൊരു പരസ്യമായ ഒരു ചേരിപ്പോരിലേക്ക് അടക്കം നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വവും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലുകളും മറ്റും നടത്തുമായിരിക്കും. ഈ പറവൂരാണ് CPIയുടെ എറണാകുളം ജില്ലയുടെ ശക്തി കേന്ദ്രം എന്നെല്ലാം തന്നെ വിശ്വസിക്കപ്പെടുന്ന ഒരിടം. അവിടെ തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അത് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അത് മുൻ ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് എതിരെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. പരാതി നൽകിയത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുടെ മകനും കൂടിയാണ്. എന്തായാലും അത് CPIയിൽ വലിയ രീതിയിലുള്ള ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും മുൻപ് തന്നെ CPIയിൽ എറണാകുളം ജില്ലാ ഘടകത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ള ഉയർന്നിട്ടുള്ള ജില്ല കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പോലീസ് കേസിനപ്പുറം സംഘടനാ തലത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ സംഘടനാ തലത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ യാതൊരു അന്വേഷണവും ആ രീതിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ CPI ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ പിന്തുണയും ഈ പരാതിക്കുണ്ട് എന്നത് നമ്മൾ മറന്നുകൂടാ. ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു, തൻ്റെ മകനെന്ന രീതിയിലല്ല ഈ പരാതിയെ പിന്തുണയ്ക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന് മറ്റൊരാളിൽ നിന്ന് നേരിടുന്ന വധഭീഷണി അത് ഒരു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവരെ നിയോഗിച്ചു എന്ന് പറയുന്നു. അത് വളരെ ഗൗരവമായി കാണണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അല്ല, അങ്ങനെയൊരു പരാതിയും യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു വസ്തുത അത് ഗൗരവമായിട്ട് കണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വലിയ ചർച്ചകളിലേക്ക് വരാതെ നേരെ പോലീസിലേക്ക് ഈ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ വരുന്നത് ഈ സമ്മേളനങ്ങളുടെ ഒരു കാലമാണ് CPIയുടെ. അതിൽ ഇത് ശക്തമായി നീളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുൻപ് നടന്ന സമ്മേളനത്തിലായിരുന്നു ഈ ഒരു വിഭാഗീയതയുടെ എല്ലാം തന്നെ തുടക്കത്തിലേക്ക് പോകുന്നത്. ഈ സാമ്പത്തിക ആക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും പാർട്ടിയിൽ തന്നെ അത് ജില്ലയിൽ 2 ചേരികളിലേക്ക് പോരുകയും
ആ ചേരികളുടെ ഒരു പകർപ്പ് തന്നെ പിന്നീട് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അടക്കം ആ ഒരു വിഭാഗീയതയുടെ കടന്നുകയറ്റത്തിലേക്ക് പോവുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് ഒരു ചെറിയ കാര്യമല്ല. വരും നാളുകളിൽ CPI-യിൽ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു തുടക്കമാണ് എറണാകുളം ജില്ലയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഒരു മലയാള സിനിമാ സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് നടി അശ്വിനി നമ്പ്യാറാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയുടെ ചർച്ചയ്ക്കെന്ന പേരിൽ വിളിച്ചു വരുത്തി സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അശ്വിനി വെളിപ്പെടുത്തി. തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു സംവിധായകനെന്നും ആ സംഭവത്തിന് പിന്നാലെ ആകെ തകർന്നു പോയെന്നും അശ്വിനി പറഞ്ഞു. ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അശ്വിനി നമ്പ്യാർ. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, മണിച്ചിത്രത്താഴെന്ന സിനിമയിലെ കഥാപാത്രത്തോടു കൂടിയാണ് ഈ അശ്വിനി നമ്പ്യാരെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് മലയാള സിനിമയിലെ ഒരു സംവിധായകൻ, ഒരു പ്രമുഖ സംവിധായകനിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ്. അത് എത്ര വർഷം മുൻപ് ഉണ്ടായ സംഭവമാണ്? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അശ്വിനി നമ്പ്യാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ടോംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായി മാറിയതാണ് അശ്വിനി. മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമാണ്. അങ്ങനെയാണ് മലയാളികൾക്ക് ഈ നടി സുപരിചിതയാവുന്നതും. ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പുറമെയുള്ള ചർച്ചകളൊക്കെ ഏറെ വിവാദമായിരുന്നു. അതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതായത് ഒരു മലയാളി സംവിധായകൻ, പ്രമുഖനായ ഒരു സംവിധായകനാണ് ഇയാൾ. ചെന്നൈയിൽ ഇയാളുടെ ഓഫീസും വീടും ഒന്നിച്ചായിരുന്നു, ഒരേ ബിൽഡിങ്ങിലായിരുന്നു. അങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി അശ്വിനിയെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം എല്ലായ്പ്പോഴും അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. ഈ സിനിമയുടെ കാര്യത്തിനും മറ്റും പോകുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഹെയർ ഡ്രസ്സ് ചെയ്യുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് അശ്വിനിയുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രമുഖ സംവിധായകനെ കാണാനായി പോയ സമയത്ത് ആദ്യം ഓഫീസിൽ, സിനിമ സംബന്ധിച്ച് ചർച്ചയായതുകൊണ്ട് തന്നെ ഓഫീസിൽ വെച്ചായിരിക്കാം എന്നാണ് കരുതിയത്. പക്ഷേ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ നിന്നും തൊട്ടുമുകളിലത്തെ നിലയിലാണ് ഈ സംവിധായകന്റെ വീടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാൻ ഈ ഓഫീസിലെ പെൺകുട്ടി പറഞ്ഞു. അതിനുശേഷം ഈ കൂടെ വന്ന പെൺകുട്ടി, അശ്വിനിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, ഇത്രയും വലിയ ഒരു സംവിധായകന്റെ മുൻപിലേക്ക് വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരൂ എന്നാണ് അശ്വിനിയോട് പറഞ്ഞത്. അതിനുശേഷം അശ്വിനി ഒറ്റയ്ക്ക് ഈ സംവിധായകന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇയാൾ ബെഡ്റൂമിനകത്ത് നിന്നും അകത്തേക്ക് കയറി വരൂ എന്ന് അശ്വിനിയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അശ്വിനി കൃത്യമായി ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. കാരണം ഈ അശ്വിനി അന്ന് കൗമാരപ്രായക്കാർ, വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒപ്പം തന്നെ ഈ സംവിധായകന്റെ കൂടെ മറ്റ് മലയാള ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പരിചയമുള്ള ഒരു സംവിധായകൻ കൂടിയാണ്. പിന്നെ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളെ കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പരിചയമുള്ള ഒരു സംവിധായകൻ അകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നു. അതിനുശേഷം അച്ഛന്റെ പ്രായമുള്ള അയാൾ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നാണ് ഇപ്പോൾ അശ്വിനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾ ആരെന്നോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളൊന്നും അശ്വിനി പുറത്തു പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി എന്തായാലും പുറത്തു വരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ ഈ സമീപകാലത്ത് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളൊക്കെ പുറത്തു വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ അശ്വിനി നമ്പ്യാരുടെ പരാതിയോ അവരുടെ മൊഴിയൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അശ്വിനി നമ്പ്യാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ സംവിധായകന് ഒരു പരാതി നൽകാൻ സാധ്യതയുണ്ടോ ഷംന? ടോം, അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കാരണം അശ്വിനി ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്നോ മറ്റോ വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അയാൾക്ക് ഞാൻ മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നാണ് അശ്വിനി ആ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവം, അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചപ്പോൾ തൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്നടക്കമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മയോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ്
അമ്മയാണ് തന്നെ ബോൾഡാക്കിയത്. ആ വിഷമം അത് ഒരിക്കലും അശ്വിനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല. അത് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് ആ സംവിധായകന്റെ അയാളുടെ മാത്രം തെറ്റാണ് എന്ന അമ്മയുടെ ഒരു ഉറപ്പിൽ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബോധ്യപ്പെടുത്തലിൽ നിന്നാണ് അശ്വിനി കുറച്ചും കൂടി ബോൾഡായതും പിന്നീട് എന്ത് വന്നാലും നേരിടാൻ ധൈര്യമുണ്ടായതും എന്നുകൂടി അശ്വിനി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി ഇയാളുടെ പേരോ മറ്റോ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ഇതിനെ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പേരിട്ട് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇയാൾക്ക് മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വലിയ വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. അശ്വിനി നമ്പ്യാർ എന്ന മലയാളികൾക്കൊക്കെ സുപരിചിതയായിട്ടുള്ള നടിയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവ് വീണ്ടും അതേ ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ പിടിയിൽ. കൊല്ലം മുണ്ടക്കൽ സ്വദേശി സുജു ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വണ്ടി നോക്കി അപ്പോൾ നമ്മളെ വണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഏരിയ ഉള്ളവർ നമുക്ക് വണ്ടി തരത്തില്ല. വണ്ടിയുടെ പേരെന്തുവാ? വണ്ടി യമഹ RX100 ആണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടിയുടെ അമ്മ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി തരത്തില്ല. അങ്ങനെ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും ശേഷമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത്തരം മോഷണങ്ങൾ, ബൈക്ക് മോഷണങ്ങൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ലഹരി ഇടപാട് സംഘങ്ങളുടെ പങ്കുകൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ സമീപകാലത്ത് ലഹരി ഇടപാടിനും അതോടൊപ്പം മറ്റ് മോഷണ കേസുകൾക്കുമൊക്കെ പല മോഷ്ടാക്കളും അതോടൊപ്പം ലഹരി മാഫിയയും ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുകളാണ്. അങ്ങനെ ഈ കൊല്ലം മുണ്ടക്കൽ സ്വദേശി ഇപ്പോൾ പിടിയിലായിട്ടുള്ള സുജു ഇതുപോലുള്ള ഏതെങ്കിലും മോഷണ കേസിലെയോ ലഹരി കേസിലെയോ പ്രതിയാണോ അതോ സ്ഥിരം ബൈക്ക് മോഷ്ടാവാണോ? തീർച്ചയായും ഈ പിടിയിലായ ആളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മുണ്ടക്കൽ സ്വദേശി സുജു എന്നാണ് ഈ പ്രതിയുടെ പേര്. ഇയാൾ നിരവധി പോലീസ് കേസുകളിൽ പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ടോം, നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ്. ഈ നമ്മുടെ നാട്ടുപ്രദേശങ്ങളെല്ലാം ഉത്സവം നടക്കുന്ന സമയത്ത് ഈ വീടുകൾ കൂട്ടിയിട്ട് ഉത്സവം കാണാനായി പോകുന്ന ഒരു പതിവുണ്ട് നമ്മുടെ നാട്ടുകാർക്ക്. ഇങ്ങനെ പോകുന്നവർ അവരുടെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തിയിട്ട് വേണം, വീട്ടുപകരണങ്ങളെല്ലാം സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാൻ എന്നുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. സൂചനയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ചില മോഷ്ടാക്കൾ വിലക്കുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള സൂചിപ്പിച്ചതുപോലെ ഒരു സംഭവം ഉണ്ടായത്. മയ്യനാടാണ്, കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് മോഷ്ടാവ് കഴിഞ്ഞ ദിവസം അപഹരിച്ചുകൊണ്ട് പോയത്. സമീപത്ത് ഒരു ഉത്സവം നടക്കുന്നതുകൊണ്ട് ഈ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കായിരുന്നു. രാജേഷും കുടുംബവും ഉത്സവം കാണാനായി പോയ സമയത്തായിരുന്നു മോഷ്ടാവ് അവിടെ എത്തുകയും ഈ ബൈക്ക് മോഷ്ടിച്ചു കളയുകയും ചെയ്ത് സമീപ പ്രദേശത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് രാജേഷ് ബൈക്ക് മോഷണം കുറിച്ച് പോലീസിൽ വിവരം നൽകുന്നത്. പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ആണ് പോലീസ് കൃത്യമായിട്ട് ചില സൂചനകൾ നൽകിയിരുന്നു. അതിൽ പ്രകാരം ഈ മോഷ്ടാവ് സ്ഥലത്തെത്തിയപ്പോൾ ഈ നാട്ടുകാർ ഇടപെട്ടു, പോലീസിന് വിവരം നൽകി. അങ്ങനെ നാട്ടുകാരുടെ ഒരു ഇടപെടലും കൂടി ഉണ്ടായപ്പോഴാണ് സംയോജിതമായിട്ട് ഈ മോഷ്ടാവിനെ സ്ഥലത്തു നിന്ന് തന്നെ പിടികൂടാൻ സാധിച്ചത്. ഇയാൾ നിരവധി മോഷണ കേസിൽ പ്രതിയാണ്, സമീപത്ത് തന്നെയുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇയാളുടെ മോഷണ രീതി ഇങ്ങനെയാണ്: ഈ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കൊണ്ടുപോയി ഇതിന്റെ പാർട്സുകൾ ഇളക്കി വിൽപ്പന നടത്തുന്ന ഈ ഒരു പ്രധാന കണ്ണിയാണ്. തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇയാൾ കൊണ്ടുപോയി വിൽപ്പന നടത്തി വന്നിരുന്നത്. ഈ ബൈക്കും സമാനമായ രീതിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്താൻ വേണ്ടി തന്നെയായിരുന്നു ഈ മോഷ്ടാവ് ശ്രമിച്ചതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. നിരവധി മോഷണ കേസിൽ പ്രതിയാണ് ഇയാൾ. ഇപ്പോൾ വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവ് വീണ്ടും അതേ ബൈക്ക് മോഷ്ടിക്കാൻ വന്നപ്പോഴാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.